4 കോടി മുടക്കിയ ജണ്ടായിക്കൽ അത്തിക്കയം റോഡ് നിർമ്മാണത്തിലെ അപാകതയിൽ പരിഹാരം തേടി എംഎൽഎയും നാട്ടുകാരും. പ്രതിഷേധ സമരവുമായി കോൺഗ്രസും രംഗത്ത് എത്തി. ജണ്ടായിക്കൽ അത്തിക്കയം റോഡിന്റെ പുനർനിർമ്മാണവും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ എന്ന ആരോപണവുമായി വീണ്ടും നാട്ടുകാർ രംഗത്ത്. അപാകത വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് നൽകി റോഡിന്റെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അഡ്വക്കേറ്റ് പ്രമോദ് നാരായൺ എംഎൽഎ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനോടും പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനോടും ആവശ്യപ്പെട്ട പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം റോഡ് പണി വീണ്ടും പുനരാരംഭിച്ചത്. ഈ പണിയും ഗുണനിലവാരം ഇല്ലാത്ത തരത്തിലാകാൻ സമ്മതിക്കില്ല നിലപാടിലാണ് പ്രദേശവാസികൾ. ഇതുകൂടാതെ റോഡ് പണിയിലെ ക്രമക്കേട് വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മരാമത്ത് റോഡ് വിഭാഗം ഓഫീസിന്റെ മുൻപിൽ പ്രതിഷേധ ധർണ നടത്തുകയും ചെയ്തു. റോഡ് പണിയിൽ അപാകത സംഭവിച്ചത് ബോധ്യമായതിനെ തുടർന്നാണ് എംഎൽഎ പരാതിയുമായി എത്തിയതും ഗുരുതരമായ ക്രമക്കേട് സംഭവിച്ച റോഡ് പൂർണ്ണമായി പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടത്. 4 കോടി രൂപ ചെലവഴിച്ചാണ് ജണ്ടായിക്കൽ വെലികുളം അത്തിക്കയം റോഡ് പുനരുദ്ധരിച്ച്. എന്നാൽ പുനരുദ്ധാരണം കഴിഞ്ഞപ്പോൾ റോഡിന്റെ പല ഭാഗങ്ങളും ടാറിങ് ഇളകി. നാട്ടുകാർ ഇത് എംഎൽഎയുടെ ശ്രദ്ധപ്പെടുത്തിയതിനെ തുടർന്ന് എംഎൽഎ വകുപ്പ് തല അന്വേഷണത്തിന് മന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റോഡിന്റെ നിർമ്മാണം സംബന്ധിച്ച് അന്വേഷിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വിജിലൻസ് വിഭാഗത്തെ ചുമതലപ്പെടുത്തിയത്. കരാറുകാരന്റെ അഴിമതിയിൽ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഒഴിവാക്കാനാണ് അതിവേഗം റിപ്പോർട്ട് സമർപ്പിച്ച് റോഡ് പണി പുനരുദ്ധരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് എംഎൽഎ ആവശ്യപ്പെട്ടത്. കൂടാതെ കുറ്റക്കാർക്കെതിരെ ശക്തമായി നടപടി സ്വീകരിക്കണമെന്നും എംഎൽഎ ആവശ്യപ്പെട്ടിരുന്നു. അടിമുടി അപാകതകളും അഴിമതിയും നിറഞ്ഞ അശാസ്ത്രീയമായി നിർമ്മിച്ചമായ റോഡിന് അറ്റകുറ്റപ്പണികൾ നടത്തുകയല്ല വേണ്ടത്, മറിച്ച് ജണ്ടായിക്കൽ മുതൽ അത്തിക്കയം വരെ വെറ്റ് മിക്സ് മെക്കാഡത്തിന് പകരം ഉപയോഗിച്ച ചെളി കലർന്ന പാറവണസം ഉൾപ്പെടെ ടാറിങ് മുഴുവൻ ഇളക്കി നീക്കി വീണ്ടും എല്ലാ ശാസ്ത്രീയ മാനദണ്ഡങ്ങളും പാലിച്ച് ശരിയായി പുനർനിർമ്മിക്കുകയാണ് വേണ്ടതെന്നാണ് നാട്ടുകാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. പുതിയതായി പണിത റോഡ് ഉടൻ തന്നെ തകർച്ചയ്ക്ക് കാരണക്കാരായ ആളുകളുടെ ചെലവിൽ വേണം വീണ്ടും പുനർനിർമ്മിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ചെയ്യാതെ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ എന്ത് കുറുക്കുവഴികൾ ചെയ്താലും അത് മണിക്കൂറുകൾക്കകം മാത്രം ആയുസ് ഉണ്ടാവുകയുള്ളൂവെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഇതിനു പിന്നാലെയാണ് ശനിയാഴ്ച 11 മണിക്ക് കോൺഗ്രസ് വലിയകുളം കമ്മിറ്റി നേതൃത്വത്തിൽ മരാമത്ത് ഓഫീസ് പടിക്കൽ പ്രതിഷേധ ധർണ നടത്തിയത്. പെരുമ്പുഴയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മരാമത്ത് ഓഫീസ് പടിക്കൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിബി താഴ്ത്തിരുത്ത് ഉദ്ഘാടനം ചെയ്തു. ജണ്ടായിക്കൽ അത്തിക്കയം റോഡ് നിർമ്മാണത്തിലെ വ്യാപക ക്രമക്കേട് നടന്നിട്ടുണ്ട് ആയത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം ആവശ്യമാണെന്നും പൂർണ്ണമായും റോഡ് പൊളിച്ചു വീണ്ടും പണിയണമെന്നും സിബി താഴ്ത്തിരുത്ത് ആവശ്യപ്പെട്ടു. വലിയകുളം കോൺഗ്രസ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വം നടന്ന റാന്നി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസിന് മുമ്പാകെയുള്ള ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വപ്ന സൂസൻ ജേക്കബിൻ അധ്യക്ഷത വഹിച്ചു. ഉദൻ കല്ലക്കൽ, AK ലാലു, ജോൺ കുപ്പയ്ക്കൽ, D ഷാജി, അന്മ കുരിശുമുട്ടിൽ, ജോസ് തുമ്മോട്ടറയിൽ, റെജി B, ജോസഫ് ഇടുക്കള താന്നിക്കൽ, ആന്റണി പാമ്പയ്ക്കൽ, ബിനോജ് ചിറക്കൽ, കൊച്ചുമോൻ മുള്ളമ്പാറ, TK ബിജു, MM വിജയൻ എന്നിവർ പ്രസംഗിച്ചു. പടിയുടെ ഭാഗത്ത് പൊളിച്ചു നീക്കി ആരോട് അനുമതി ചോദിക്കാതെ പുതുതായി അവർ ടാർ ചെയ്തു. അവിടെ പൊളിച്ചു നീക്കിയപ്പോൾ നമ്മൾ അളവെടുത്തു. 14 mm മാത്രമാണ് അവിടെ ടാറിങ്ങിന്റെ കട്ടി. എത്ര MM-ലാണ്? 40 MM-ലാണ് ഈ ടാർ ചെയ്യണമെന്നുള്ള എഗ്രിമെന്റ്, ഈ കോൺട്രാക്ട് എന്നോർക്കണം. 40 mm ടാർ ചെയ്യണമെന്നുള്ള വ്യവസ്ഥയിൽ കോൺട്രാക്ട് എടുത്തിട്ട് ചെയ്തിരിക്കുന്നത് 14 mm കടത്തിൽ മാത്രമാണ് എന്ന് ചിന്തിക്കണം. ഇതെന്തൊരു തട്ടിപ്പാണ്! ഇവിടെ 1 കിലോമീറ്റർ നീളത്തിൽ ഇടവിട്ട് കോർ ടെസ്റ്റ് നടത്തി 2-3 ദിവസത്തിനുള്ളിൽ ആ കോർ ടെസ്റ്റിന്റെ റിപ്പോർട്ട് അല്ലെങ്കിൽ ആ റിസൾട്ട് ഇവിടെ ലഭ്യമാകേണ്ടതാണ്. അതും ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്ന് ഓർക്കണം. ആ കോർ ടെസ്റ്റ് നടത്തിയെടുത്ത് 40 mm കുറവുള്ളിടത്ത് ഈ ടാറിങ് പൊളിച്ച് അവിടെ വീണ്ടും ടാർ ചെയ്യണം. അല്ലാതെ ഇപ്പോൾ അവർ പറയുന്നത് WMM ആ മെക്കാൻഡം ഇട്ട സ്ഥലത്ത് അവിടെ മാത്രം അതിനെന്തോ കുഴപ്പമുണ്ട് എന്നറിയാം. WMM എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ മെറ്റല്, സിമെന്റ്, അതുപോലെ തന്നെ ചെറിയ തോതിൽ ക്ലേ എന്നിവ ചേർത്ത് മിക്സ് ചെയ്തുകൊണ്ട് അത് വന്ന് ലെവൽ ചെയ്യേണ്ടതായിട്ട് അത് 20 സെന്റിമീറ്ററിലാണ് ആ റോഡിൽ ചെയ്യുന്നത്. അത് അവിടെ ചെയ്തിട്ടില്ല. എവിടുന്നോ കൊണ്ടുവന്ന പാറ മക്ക അവിടെ ഇട്ട് അത് നിരത്തിയതിനു ശേഷം അതിന് മുകളിലൂടെ ടാർ ചെയ്തിരിക്കുന്നു. അത് ക്ലേ ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ WMM പൂർണ്ണമായും നീക്കം ചെയ്തുകൊണ്ട് ബാക്കി ടാറിട്ടെടുത്ത് 40 mm കുറവുള്ളിടം
അത് നീക്കം ചെയ്ത് അവിടെയും റീചാർജ് ചെയ്യണമെന്നാണ് ഇവിടെ കോൺഗ്രസിന്റെ ആവശ്യം, അവിടുത്തെ ആക്ഷൻ കൗൺസിലിന്റെ ആവശ്യമെന്ന് ഞാൻ ഈ സമയത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു.